Hi and welcome to the new video. In this video, I'll be discussing about production of three-phase AC voltage. Three-phase AC voltage എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ത്രീ ഫേസ് എന്ന് പറഞ്ഞാൽ 3 വൈൻഡിങ് ആണ്. നമ്മൾ അതിനെ എളുപ്പത്തിന് 3 കണ്ടക്ടർ എന്നുള്ള രീതിക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൽ ജനറലി ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ ഫോളോ ചെയ്യുന്ന കളർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ, ബ്ലൂ ആണ്. അതിൻ്റെ എന്താ പറയുക 3 ഫേസുകൾ റെഡ് കളർ, യെല്ലോ കളർ, ബ്ലൂ കളർ. ഇത് നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയതുകൊണ്ടാണ് റെഡും യെല്ലോയും ബ്ലൂവും. ഇതിൻ്റെ വയറിങ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം റെഡ്, യെല്ലോ, ബ്ലൂ ആയിട്ടാണ് കാണുക. പിന്നെ എന്താ പറയുക ഗ്രൗണ്ടും ന്യൂട്രലും ഉണ്ട്. അപ്പം ഗ്രൗണ്ട് നോർമലി ബ്ലാക്ക് ആണ് ഉപയോഗിക്കുക. അതേപോലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് ഗ്രീൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് എന്തായാലും അത്രയ്ക്കൊന്നും വേണമെന്നില്ല. റെഡ്, യെല്ലോ, ബ്ലൂ ആണ് ഈ ഒരു പേര് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. RYB ആണ് അതിൻ്റെ സിസ്റ്റം വരിക. അപ്പോൾ അത് പ്രകാരം ഞാൻ 3 കണ്ടക്ടറുകൾ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് എൻ്റെ R ഉം ഫിനിഷിംഗ് എൻ്റെ R1 ഇതൊരു കണ്ടക്ടർ. അതിന് എത്ര ഡിഗ്രിയിൽ വേണം അടുത്ത ആൾ വരാനായിട്ട്? അടുത്ത ആൾ എത്ര ഡിഗ്രിയിലാണ്? 120 ഡിഗ്രിയിലാണ് അടുത്ത വൈനെ വെക്കേണ്ടി വരിക. അപ്പോൾ 120 ഡിഗ്രിയിൽ ഞാൻ എന്തിനു വെച്ചിട്ടുണ്ട്? വൈ. അപ്പോൾ Y1. ഇനി അഗെയിൻ ഇതിന് 120 ഡിഗ്രിയിൽ വേണം ഞാൻ അടുത്ത ആളെ വെക്കാൻ. 120 ഡിഗ്രിയിലാണ് B1 വെച്ചിട്ടുള്ളത്. അഗെയിൻ മറ്റേതിനായിട്ട് 120 ആയിരിക്കും. ഈ ഒരു രീതിക്ക് ഒരു അറേഞ്ച്മെന്റ് ഒരു സെയിം ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്റ്റിൽ റൊട്ടേഷൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാഗ്നറ്റിന്റെ ഫീൽഡ് ഇൻഫ്ലുവൻസിന്റെ ഉള്ളിൽ ഇത് നോർത്ത് പോളാണ്, സൗത്ത് പോളാണ്. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇതിൽ ഇതിനെ കറക്കുന്നു. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 3 കോയിലുകൾ R1, Y1, B1 സെയിം ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും. 3 എണ്ണത്തിലും ഓരോ EMF ഇൻഡ്യൂസ് ചെയ്യും. 3 EMF എന്ത് തന്നെയായിരിക്കും? സൈനുസോയിഡിലായിരിക്കും. 3 EMF സിമിലർ തന്നെ ആയിരിക്കും. ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം ഒരു 120 ഡിഗ്രി ഡിഫറൻസിലാണ് വരിക. ഇപ്പോൾ VR11, VY11, VV1 ആണ് നമ്മുടെ വോൾട്ടേജസ് എങ്കിൽ എല്ലാം സിനുസോയിഡിലായിരിക്കും. 3 കോയിൽസ് 120 ഡിഗ്രി സ്പേസിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് എന്തായിരിക്കും? 3 എണ്ണത്തിൻ്റെ EMFും 120 ഡിഗ്രി ഡിഫറൻസിലാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും വരിക. ഇതാണ് VR1 വരച്ചെങ്കിൽ അത് കഴിഞ്ഞാൽ VY1 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് VY1 വരിക. അതും കഴിഞ്ഞ് 120 കഴിഞ്ഞിട്ടാണ് VB1 വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ 0 എന്ന് തുടങ്ങുന്നത് VR1 ആയതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് എടുത്തു. മാക്സിമം വാല്യൂ VM ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യണം. എല്ലാ കേസിലും നമ്മൾ എല്ലാറ്റിൻ്റെയും മാക്സിമം എന്താ VM ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ആംഗുലർ വെലോസിറ്റി നമ്മൾ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് VR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VM സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഇനി ചില കേസിൽ സിമ്പിളായിട്ട് സൈൻ തീറ്റ എന്ന് എഴുതുള്ളൂ. അറ്റ്സ് ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ VY1 എന്തായിട്ട് വരും? VM 120 ഡിഗ്രി പിന്നിലാണ്. അപ്പം എന്താ? സൈൻ ഒമേഗ ടി മൈനസ് 120 എന്ന് എഴുതേണ്ടി വരും. അതേപോലെ VB1 എന്ന് പറഞ്ഞാൽ Yക്ക് 120 പിന്നിലാണ്, ബട്ട് Rന് 240 പിന്നിലാണ്. അപ്പോൾ അത്രയും എഴുതേണ്ടി വരും. സൈൻ എന്തെഴുതണം? ഒമേഗ ടി മൈനസ് 240 ഡിഗ്രി എന്ന് എഴുതണം. ഇനി തീറ്റ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ ഒരു രീതിക്കും വരും. അപ്പം ഇത് നമുക്ക് അതിൻ്റെ ഫേസറും വരയ്ക്കാം സുഖമായിട്ട്. ആദ്യം റെഫറൻസ് R വരയ്ക്കാം. അത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ വെർട്ടിക്കലായിട്ട് R വരച്ചു. VRN അല്ലെങ്കിൽ R1 എന്ന് വിളിക്കുക. എന്താ ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കുക. ഫേസ് വോൾട്ടേജിനെ ചിലപ്പോൾ ഇതൊന്നും കാണിക്കാറില്ല, R1 ഒന്നും കാണിക്കില്ല. VRN എന്നാണ് ഇത്. V1 ചില കേസിൽ അത്രയും കാണിക്കില്ല. ചിലവർ അതെന്ത് മാത്രമേ എഴുതുള്ളൂ? ഇത് VR എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഇത് എന്താ VY എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഇതിന് ജസ്റ്റ് ചിലപ്പോൾ എന്ത് എഴുതുള്ളൂ? VB ആണ്. ഇത് നമ്മളെ ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ VRന് 120 ഡിഗ്രി ലാഗിങ് ആണ്. അപ്പോൾ 120 ഡിഗ്രി പിന്നിൽ വേണം VY വരാൻ. അതിന് 120 ഡിഗ്രിയിൽ വേണം VB വരാൻ. ഇപ്പോൾ വീണ്ടും ഇവർ തമ്മിൽ 120 ആയിരിക്കും. ഈ ഒരു രീതിക്കാണ് നമ്മളെ ഫേസർ വരിക. ഓക്കെ. ഇതൊക്കെ RMS വാല്യൂസ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഫേസ് ഈ ഒരു ഓർഡർ ഉണ്ടാവും. ഏത് ഓർഡറിലാണ് ആദ്യം? ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ആദ്യം VRന്റെ മാക്സിമത്തിലെത്തി, പിന്നെ Y മാക്സിമത്തിൽ, പിന്നെ B മാക്സിമം. ഈ ഒരു സീക്വൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് സീക്വൻസ്. ദാറ്റ് ഈസ് ഓർഡർ ഇൻ വിച്ച് ദ ഫേസ് വോൾട്ടേജസ് ഓഫ് ദ 3 ഫേസ് സിസ്റ്റംസ് റീച്ച് ദെയർ റെസ്പെക്റ്റീവ് മാക്സിമം വാല്യൂസ്. അപ്പോൾ ഈ ഫേസ് സീക്വൻസ് എന്നാണ് പറയുക. ജനറലി ഉണ്ടാവും ഇതിപ്പോൾ RYB ആണ് നമ്മളെ ജനറൽ ഫേസ് സീക്വൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് RBY ഉണ്ടായിരിക്കും. നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്നത് RYB സിസ്റ്റമാണ്.